നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർ അസുരഗണ സ്വഭാവമുള്ളവരും സ്ത്രൈണ സ്വഭാവം കൂടുതലുള്ളവരും ആയിരിക്കും. നിങ്ങൾ ആന്തരിക ജീവിതത്തിൽ വളരെയധികം സത്യനിഷ്ഠയുള്ളവരും അതേസമയം വളരെ വാചാലരും വികാരാധീനരുമായി തീരാനാണ് സാധ്യത. ഏത് കാര്യങ്ങളോടും പെട്ടെന്ന് പ്രതികരിക്കുകയും തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ആലോചിക്കാതെ ഇടപെടുകയും ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുവാനാണ് സാധ്യത. പ്രണയബന്ധങ്ങളിൽ വളരെ തീവ്രമായി ഇടപെടുന്ന സ്വഭാവം കാർത്തിക നാളുകാർക്ക് പൊതുവെ കണ്ടുവരുന്നു. കാർത്തിക നാളുകാർ മുൻകോപികളും അനാവശ്യ സന്ദർഭങ്ങളിൽ കലഹങ്ങൾ സൃഷ്ടിക്കുന്ന സ്വഭാവക്കാരുമായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം പൊതുവെ ഗുണദോഷ സമ്മിശ്രപ്രദമായിരിക്കും. എങ്കിലും തൊഴിൽ രംഗത്ത് വളരെ മന്ദത അനുഭവപ്പെട്ടേക്കാം. ഏത് കാര്യത്തിലും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക വിഷമങ്ങളും ഉണ്ടായിത്തീരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടികളെ നേരിടേണ്ടതായി വരാം. അതിനാൽ പാഴ്ചെലവുകൾ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കുക. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മേലധികാരികളിൽ നിന്നും അപ്രീതി നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായേക്കാം. അതിനാൽ തൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിൽ വളരെ തികഞ്ഞ ശ്രദ്ധ പാലിക്കേണ്ടതായി കാണുന്നു. അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ വളരെ സൂക്ഷ്മതയും ജാഗ്രതയും പാലിച്ചില്ലെങ്കിൽ തൊഴിൽ രംഗത്ത് പലവിധ പ്രയാസങ്ങൾ വർദ്ധിച്ചു വരാം. IT രംഗത്ത് വർക്ക് ചെയ്യുന്നവരും എല്ലാ കാര്യങ്ങളിലും വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇടപെടേണ്ട സമയമാണ്. കുടുംബപരമായ കാര്യങ്ങളിൽ ശാന്തമായി ചിന്തിച്ച് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുക. ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തവുമുള്ള അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമായതിനാൽ നിങ്ങൾ ഓരോ വിഷയത്തിലും അവധാനതയോടുകൂടിയും സശ്രദ്ധവും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വെച്ച് പുലർത്തുക. പ്രത്യേകിച്ച് മധ്യപ്രായം കഴിഞ്ഞവർക്ക് പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്ക് എല്ലാം തന്നെ അവിചാരിതമായ അസ്വസ്ഥതകൾ വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത പാലിക്കുക. മനസ്സിൻ്റെ സംഘർഷങ്ങളെ ലഘൂകരിക്കുന്നതിനായി രാജയോഗ ധ്യാനം പതിവായി ശീലിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ രാശി മേഖലയിൽ വളരെ അസാധാരണമായ ഒരു താരകയോഗം കാണുന്ന സമയമാണ് ഇത്. അതിനാൽ സമ്പൂർണമായ രാശി ചിന്ത നടത്തി ശരിയായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ഏറ്റവും പ്രയോജനകരമായ ചില അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരാനായി സാധിക്കും. എല്ലാ വിഷമങ്ങളും പരിപൂർണമായി മാറുന്നതിനും ആഗ്രഹിക്കുന്ന പുരോഗതി കൈവരിക്കുന്നതിനുമായി നിങ്ങളുടെ ഗൃഹാരൂഢത്തിൽ ജയസുദർശന ബലി എന്ന പൂജാകർമ്മം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. നിങ്ങളുടെ ഗൃഹാരൂഢത്തെ അഥവാ വീടിനെ ബാധിക്കുന്ന ദോഷങ്ങൾ പരിപൂർണമായി പരിഹരിക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിജയങ്ങൾ നേടുന്നതിനും ഈ കൃത്യം വളരെയധികം ഉപകരിക്കുന്നതാണ്. അതോടൊപ്പം പത്മരാഗം എന്ന രത്നക്കല്ല് വെള്ളി ലോക്കറ്റിലാക്കി കഴുത്തിൽ മാലയായി ധരിക്കുന്നതും വളരെയധികം സൗഭാഗ്യകരമാണെന്ന് കാണുന്നു.